സോ ബ്ലൂ ലോക്കിന്റെ ചാപ്റ്റർ 300 വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലൂ ലോക്ക് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുത്തം പറഞ്ഞതുപോലെ സ്ലോലി ജെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗോജു എങ്ങനെയും തിരിച്ചു വരുന്നു. അതുപോലെയാണ് ഇപ്പൊ നാഗിയുടെ കാര്യം. കാരണം നാഗി ഇപ്പൊ ഒഫീഷ്യലായിട്ട് ഔട്ടായി എന്നാണ് കാണിച്ചിരുന്നത്. നമുക്ക് തോന്നും നാഗി തിരിച്ചു വരുന്നു, ബട്ട് നാഗി തിരിച്ചു വരത്തില്ല. യെസ്, നാഗിക്ക് വരാൻ ഒരു ചാൻസും ഇല്ല. ജസ്റ്റ് കിഡിങ് ഗൈസ്. ഈ ഇറങ്ങിയ ചാപ്റ്ററിൽ ഒരു തീപ്പൊരി സാധനം ഉണ്ട് അവസാനം നാഗിയുടെ കയ്യിൽ നിന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും തോന്നി എന്തായാലും ഇതിനൊരു സ്പിൻ ഓഫോ അതിന്റെ തുടർക്കഥ എന്തായാലും ഉണ്ടാവുന്ന നാഗിയുടെ. ആൻഡ് ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾ പറയാം നാഗി തിരിച്ചു വരുമല്ലോ എന്ന്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ ലാസ്റ്റ് ചാപ്റ്റർ അവസാനിപ്പിച്ചത് നാഗി ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുന്നിടത്തായിരുന്നു. ആൻഡ് ആ ചാപ്റ്ററിൽ അത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഐ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ നമുക്ക് കാണിക്കുന്നുണ്ട് നാഗി എന്തൊക്കെയാണ് റിയോട് പറയുന്നതല്ലാന്ന്. അതിന് തന്നെ നാഗി പറയുന്നത് ഐ ഹാവ് നോ റിഗ്രറ്റ്സ് എന്നാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു റിയോ ഭയങ്കരമായിട്ട് കരയായിരുന്നു അതായത് നാഗി ഔട്ടായത് കണ്ടിട്ട്. ബട്ട് നാഗിയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് പോലും വന്നിട്ടുണ്ടാവില്ല അത്ര നേരം. കാരണം അവൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആഫ്റ്റർ ഡിഫീറ്റിംഗ് ഇസാഗി. ഇതിനുശേഷം അവനൊരു ഗോളും ഉണ്ടായിരുന്നില്ല ഫുട്ബോൾ തുടർന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതുകൊണ്ട് അവൻ പുറത്താവുന്നത് കാരണം തന്നെ അവനക്ക് ഒരു തരി പോലും സങ്കടമില്ല. അതുകൊണ്ട് തന്നെ നാഗി റിയോട് പറയും ഈഗോ എത്ര നേരം പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. നിന്റെ ഒപ്പം ഫുട്ബോൾ കളിക്കാനായിരുന്നു ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഈ ആഗ്രഹം വലിയൊരു ഡ്രീം ഒന്നും അല്ല ബ്ലൂ ലോക്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നാഗിയുടെ ഈ ആഗ്രഹം അവൻ തന്നെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ആഗ്രഹം പോലെയാണ് കണക്കാക്കുന്നത് ഇപ്പോ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരാൾ ഡ്രീം അതായത് വേറൊരാളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുമ്പോൾ. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയ എപ്പോഴും പറയാറുന്നില്ല നമ്മൾ രണ്ടുപേരും വേൾഡിൽ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആവുന്നു. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നാഗി ഒരു പ്രാവശ്യം പോലും അവൻ വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അവൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബിക്കം ദ ബെസ്റ്റ് എന്നാണ്. അതായത് നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ആവും. ആൻഡ് അതുകൊണ്ട് തന്നെ അവന് വേൾഡിൽ ബെസ്റ്റ് ആവുന്നതിനെക്കാട്ടിയും വലിയ പേടിയായിരുന്നു റിയോടൊപ്പം ഇനി കളിക്കാൻ പറ്റില്ലേ ബ്ലൂ ലോക്കിൽ എന്നുള്ള ആ കാര്യം ആലോചിച്ചായിരുന്നു ലാസ്റ്റ് എല്ലാം അവന് ഭയങ്കര പേടി. ഈ പേടി കാരണമായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ലാസ്റ്റ് മാച്ചിൽ നാഗി പേടിച്ചിട്ട് കളിക്കുന്നത് കണ്ടിരുന്നത്. ലാസ്റ്റിൽ അവന്റെ അറ്റാക്ക് ഓട്ടോയെ ബ്ലോക്ക് ചെയ്തപ്പോഴായിരുന്നു ഇങ്ങനെ അവൻ പേടിച്ച് നിന്നതും അവസാനം റിയോക്ക് പാസ് കൊടുക്കാൻ വേണ്ടി പന്ത് അവിടുന്ന് തട്ടി നീക്കിയത്. ആൻഡ് ഇതെല്ലാം നശിപ്പിച്ചത് കാരണം തന്നെ അവൻ റിയോടത്ത് സോറി എല്ലാം പറയുന്നുണ്ട്. സോറി ഫോർ നോട്ട് ഷൂട്ടിംഗ് ഗോൾ ഓൺ മൈ. ആൻഡ് ഇങ്ങനെ നാഗി അവനെ തന്നെ ബ്ലെയിം ചെയ്യുമ്പോൾ റിയോ നിർത്താൻ പറയും. നിർത്ത്, നിന്റെ ഒരു തെറ്റുമില്ല. കാരണം ഞാനായിരുന്നു എന്റെ ഡ്രീം നിന്റെ മേത്ത് അടിച്ചേൽപ്പിച്ചത്. ആൻഡ് അത് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു. ആൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റിയോ സോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ പറയും ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്താണ് ഫുട്ബോൾ കളിപ്പിച്ചത്, എല്ലാം എന്റെ തെറ്റാണ്. നിനക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്, ഞാനാണ് നിന്നെ ഇതിലോട്ട് വലിച്ചടിച്ചത്. ബട്ട് നൗ നാഗി ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് എനിമോർ. ബട്ട് ഈ സീനിലെ ഏറ്റവും വലിയൊരു കാച്ചിങ് ആയിട്ടുള്ള മൊമെന്റ് എന്താ പറയുക, റിയോ അത്രയൊക്കെ കരയുന്നുണ്ടെങ്കിലും നാഗിയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് പോലും വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ട് തന്നെ നാഗി ഒട്ടും പുറത്ത് കാണിക്കാണ്ട് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ അവന് റിയോ ആയിട്ട് പിരിയണം എന്നുള്ള ആലോചിച്ചിട്ട് പണ്ട് അവൻ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന നാഗി ഇപ്പൊ ഒന്ന് കരയുന്നോ ഒന്ന് വിഷമിക്കുന്ന പോലും കാണിക്കുന്നില്ല. ഒന്നല്ലേ അവൻ അത്രയും കിടലായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റ്. ടു ബി ഹോണസ്റ്റ് അവൻ അത്രയും കിടലായിട്ട് ഈഗോയിസ്റ്റ് ആണ്. കാരണം ഒരു ഫീലിങ്സും ഇല്ലാണ്ട് കളിക്കുന്ന വേറെ ഒരു പ്ലെയറും ഇല്ല. അപ്പോ റിന്നിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിന്നിനുണ്ട്, ഇസാഗിക്കുണ്ട്, ഷീഡോക്ക് വരെ ഫീലിങ്സ് ഉണ്ട്. ആ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ആൻഡ് ഇതിനുശേഷം നാഗി റിയോടെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട് ഐ വാസ് ഹാപ്പി, യു വർ പുഷി, സെൽഫിഷ് ആൻഡ് സ്കേർഡ്, ബട്ട് വെൻ ഐ വാസ് വിത്ത് യു I could meet the new me many times. ഇങ്ങനെ അവൻ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് അത് തോന്നുന്നത് മറ്റേ ഡയലോഗാണ്, ഇവ ഹോമോണോ. ആൻഡ് ഇതിനുശേഷം പറയുന്നുണ്ട് സോക്കർ എന്നെ ഒരുപാട് ഫയർ അപ്പ് ചെയ്തു, ഞാനൊരു ലെയിമാണെന്നുള്ള ക്യാരക്ടറാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് കൂൾ തിങ്സ് പറഞ്ഞു ജയിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന്റെ എല്ലാം അവസാനം എനിക്ക് മനസ്സിലായി ജയിക്കുന്നത് എത്ര നല്ലൊരു സന്തോഷമാണെന്ന്. ആൻഡ് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത് റിയോ ബ്ലൂ ലോക്കിൽ നിന്ന് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ലോൺലി ഫീൽ ആയിരിക്കും എന്നാണ്. ബിക്കോസ് ഹി സ്റ്റാർട്ടഡ് സോക്കർ വിത്ത് ഹിം. നാഗി എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും റിയോയുടെ കൂടെ തന്നെ കളിക്കണം എന്നായിരുന്നു. ആൻഡ് ഇതിനുശേഷം വീണ്ടും നാഗി ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. യു ഡിഡ് ദിസ് ടു മീ, യു ഡിഡ് ദാറ്റ് ടു മീ, അങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നാഗി അവസാനം പറയും ഐ വിൽ ട്രഷർ ഇറ്റ് ഫോർ മൈ ലൈഫ്. ഇതുവരെ ഈ ചാപ്റ്റർ നോർമൽ ആയിരുന്നു, സെൻഡി ആയിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിലുള്ള ഓരോ കാര്യങ്ങളും കിടിലനാണ്. കാരണം എന്താ അറിയോ, ഇത്രയും നേരം വൈറ്റ് ബബിൾസിലായിരുന്നു ഓരോ ഡയലോഗ്സും കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിനുശേഷം ഓത്തർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങുന്നത്. ബട്ട് പ്രോബബ്ലി ഞാൻ എന്തുകൊണ്ടാണ് തോറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ ഞാൻ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തു, നമ്മളെ ബോണ്ടിനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനൊരു ജീനിയസിനെ പോലെ ചിന്തിക്കാനുള്ളതെല്ലാം വിട്ടിട്ട് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഞാനിപ്പോ തോറ്റു. ആൻഡ് ഇങ്ങനെല്ലാം ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഐ സ്റ്റോപ്ഡ് ബീയിങ് എ ജീനിയസ് എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം നാഗി പിന്നെ പറയും ഇൻ കേസ് നമ്മൾ രണ്ടുപേരും ടീമപ്പ് ആയിട്ട് കളിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ മേ ബി നമ്മൾ രണ്ടുപേരും ഒരുപാട് ബെറ്റർ ആവുമായിരുന്നു. ജസ്റ്റ് നമ്മൾ പാസ് മാത്രം ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇടയ്ക്കിടക്കൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്മൾ കളിക്കണമായിരുന്നു. ഇങ്ങനെ
ചെയ്തേ മേ ബി നമ്മൾ വേൾഡ് തന്നെ ബെസ്റ്റ് ആകുമായിരുന്നു. ഇപ്പോഴും അവൻ പറയുന്നത് ആകുമായിരുന്നു എന്നാണ്. ആൻഡ് ഇവൻ ഇങ്ങനെ തോറ്റുപോയ മാതിരി സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്താണോ ഈഗോ അവനെ പഠിപ്പിക്കാൻ നോക്കിയത് അത് അവനിപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അവൻ ഇനി അങ്ങോട്ട് നടക്കണം. ഇതിനു ശേഷം നാഗി വേറൊരു കാര്യം കൂടിയും പറയും, ലാസ്റ്റ് പറയും അവർ വേൾഡ്സ് ബെസ്റ്റ് എൻസിയർ എന്ന് പറയും. ഇപ്പൊ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അവർ വേൾഡ്സ് ബെസ്റ്റ് എൻസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു. അതായത് നമ്മൾ രണ്ടുപേരുള്ള കാര്യം തീർന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്റെ അവസാനം പറയും ഇനിയുള്ള വേൾഡ്സ് ബെസ്റ്റ് നീ ഒറ്റയ്ക്ക് തന്നെ ആവുമെന്ന് പറയും. ഇതിനേഷൻ നാഗി പോകുന്നതിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ എല്ലാം റിയാക്ഷൻ കാണിക്കും. ബട്ട് സർപ്രൈസിംഗ്ലി നമ്മുടെ ചെറുക്കനെ കാണിക്കും. ഇസാഗി അവിടെ കരയായിരിക്കും നാഗി പോകുന്നത് കണ്ടിട്ട്. ഡീമൺ കിങ് ആയി സെലിബ്രിറ്റി തോട്ടിലുള്ള ചെറുക്കനാ. ബട്ട് ഇസാഗി എപ്പോഴും ഇസാഗിയാ, പഴയ പോലെ തന്നെ ഹമ്പിളാ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇസാഗി ഒരു കാര്യം പറയും നാഗി എടുത്ത്, ഒരിക്കലും സോക്കർ ക്വിറ്റ് ചെയ്യരുതെന്ന് പറയും. ആൻഡ് ഈ ഡയലോഗ് പറഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യം കാണിക്കും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നാഗിയുടെ കണ്ണിൽ ഇപ്പോഴും ആ ഫയർ ഉണ്ടെന്ന്. നാഗിയുടെ കണ്ണിങ്ങനെ ജ്വലിച്ചോണ്ട് നിൽക്കും. ആൻഡ് ഇതിനുശേഷം എല്ലാ ഡിസ്ക്വാളിഫൈഡ് പ്ലേയേഴ്സും ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തോട്ട് പോകും. ആൻഡ് ഇതോടുകൂടി ഫേസ് 2 ഇവിടെ തീർന്നിട്ട് ഇനി അങ്ങോട്ട് ഫേസ് 3 ആയിരിക്കും ബിഗിൻ ആവുക. അതായത് വേൾഡ് കപ്പ് ഫേസ്, Under-20 വേൾഡ് കപ്പ് ഫേസ്. ആൻഡ് നാഗി വരാനുള്ള ചാൻസസിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഈ ചാപ്റ്ററിന്റെ മോറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡ്സ് ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ടീം അപ്പ് ആയിട്ട് നടക്കത്തില്ല. അതിന് ഒറ്റയ്ക്ക് തന്നെ ഈഗോയിസ്റ്റ് ആയിട്ട് തന്നെ കളിക്കണമെന്ന് ഈഗോയുടെ ഒരു മോറൽ പോലെയാണ് ഇപ്പോൾ ഈ ചാപ്റ്റർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങൾ എന്തായാലും താഴെ കമന്റിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.